ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. ചെറുപുഴ കരോക്കാട് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പുതുക്കി പണിയുന്ന മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. കുറ്റിയടിക്കൽ ചടങ്ങിൽ വളപട്ടണം ഷാഫി തങ്ങൾ അവർകൾ നേതൃത്വം നൽകി. അഹമ്മദ് കബീർ അൽ ബിഹാരി, നൂർ മിസ്ബാഹി, റാഫിഖ് അമാനി തട്ടുമൽ, ആസ സഹാഫി, അബൂബക്കർ സിദ്ദിഖ് ലത്തീഫി, ഇബ്രാഹിം ബാഹവി, MTP അബ്ദുള്ള മൗലവി സിദ്ദിഖ്, അക്സിനി കാമിൽ സഖാഫി, TV അൻസാർ, MTP ഷാദുലി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി മഹല്ലി നിവാസികളും പങ്കെടുത്തു. ചെറുപുഴക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, മലയോര മേഖലയിലെ പ്രാസ്ഥാനിക കുടുംബം എല്ലാവരും വളരെയേറെ സന്തോഷിക്കുന്ന പ്രസ്തുത മുഹൂർത്തത്തിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, രണ്ട് സന്തോഷം നമുക്കുള്ളത്. കൊണ്ട് ഈ ഒരു പള്ളി പുനർനിർമ്മാണം നടക്കാൻ പോകുമ്പോൾ അടുത്ത റജബാകുമ്പോൾ സയ്യിദവകൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് പോകുന്നു. രണ്ടാമത്തത് മഹാനായ സയ്യിദവകളുടെ കരങ്ങളാൽ തന്നെ ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിൽ തന്നെ അൽഹംദുലില്ലാ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തുടക്കം കുറിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും മഹാനായ സയ്യിദവകളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നേതാക്കൾ ഇവിടുത്തെ കമ്മിറ്റി കൂടുതലായി സംസാരിക്കേണ്ട സമയമില്ല. എല്ലാവരും അല്ലാഹു ഈ ഒരുമിച്ച് ഊരിതൊക്കെ കബൂലാക്കുന്നതോടൊപ്പം തങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധ രജബ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മഹാനായ സുൽത്താനും കൊണ്ട് ഹാജാ തങ്ങളുടെ ചാരത്ത് പോയി അവിടെ വെച്ച് ഏൽപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട അൻസാറ് ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത് തങ്ങളോട്. എന്തായാലും ഇത് ഹാജാ തങ്ങളുടെ മതത്തിൽ തീർത്തവും ഈ വിഷയത്തിലുണ്ടാകും. അടുത്ത റജബ് ആകുമ്പോഴേക്ക് തന്നെ മഹാനായ സയ്യിദവരുടെ വാക്കുപോലെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു വരട്ടെ. മാത്രം പ്രാർത്ഥിക്കുന്നത് ആ ഏറ്റെടുത്ത് ഉടനമൊക്കെണ്ടാക്കണം പൊളിച്ചു പണി നിങ്ങൾ ഏറ്റെടുത്തവരുണ്ട്. പൂർണ്ണമായും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പറയാത്തത്. ഇൻഷാള്ള അറിഞ്ഞ ഉടനെ നിങ്ങളെ അറിയിക്കും. അവർക്ക് നമ്മൾ ഉണ്മയോടുകൂടി എന്ന് പറഞ്ഞ പോലെ ഉണ്മയോടെ ആനമാക്കാന കൈതൊക്കെ കഴിഞ്ഞു നമ്മൾ അതിൻ്റെ പേരിൽ പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ കലായിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നടക്കണം. അതാണ് അള്ളാഹിൻ്റെ തീരുമാനത്തിൻ്റെ അപ്പുറത്തിൽ ഒരാറാധനിമാ കളയിക്ക ഒരാ ഉപത്തിരിമാക്കട്ട നമ്മൾ പോയി ചൊല്ലുന്നതാണ്. അള്ളാഹുവിൻ്റെ വിധികളെയോ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയോ തീരുമാനങ്ങളെയോ മാറ്റാനോ തിരുത്താൻ നമ്മൾക്ക് സാധ്യമല്ല. അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ സുന്നത്തുള്ളാഹു ജാരിയത്ത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്ക് നടന്നുകൊണ്ടേയിരിക്കും. നമ്മളോട് പറഞ്ഞ നിങ്ങൾ ഈ ദുനിയാവിനെ മാത്രത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഹൈറ് പ്രവർത്തിക്കണം. ഹൈറേ ചിന്തിക്കാൻ പറ്റും. ഉറപ്പില്ല നമ്മളോട് എതിരുന്നവരായും അവരോട് ചിരിച്ചുകൊണ്ട് ചിരിച്ച ഭാഷ സുഹൃതല്ല ഭാഷ. ആ എതിരാളികളോട് പോലും നന്മയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവരെയും കൂടി ഇതിൻ്റെ ഭാഗവാക്കാക്കാൻ നമ്മളെ പ്രവർത്തനം കൊണ്ട് കഴിയണം. അതാണ് ചിത്രമാണ്. നമുക്ക് തങ്ങളെപ്പോലുള്ള നേതൃത്വം മഹാനായ സുൽത്താനുള്ള അതുപോലെ നമുക്ക് എപ്പോഴും നമ്മളെ ശാന്തരാക്കുന്ന നമുക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റജബിൽ ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് നമ്മുടെ കൽബിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തർക്കീയത്തിൻ്റെ മരുന്നാണ് മഹാനായ സയ്യിദിൻ്റെ വാക്ക്. നമ്മൾ കേട്ടത് ആരോടും ഉറപ്പില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും പകരം വീട്ടാത്ത നല്ല സ്വാഭായ കൽബിൻ്റെ ഉടമകളാകണം എന്ന ഏറ്റവും നല്ല സന്തോഷം മഹാനായ സുൽത്താൻ ഉലമ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത് അതാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. അല്ലാഹു തആല നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ നല്ല റാഹത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. അതിനു വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയൂട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം. അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. ഫോൺ 9964670511.